5 വർഷമായെന്ന് പറഞ്ഞ വീടാണെങ്കിലും അന്തസ്. ഈ വീടിന്റെ കാര്യം വന്ന് കയറിയ മൊമെന്റ് തന്നെ എനിക്കിത് എന്റെ വീഡിയോയിൽ പറയണമെന്ന് ഞാനിപ്പോ ഇവിടെ ആരോടും ഇവൻ രേണുവിനോട് പോലും പറഞ്ഞിട്ടില്ല. ഇത് പറയണമെന്ന് രേണു ഞങ്ങളെ ചിറ്റാറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇരുന്നതാണ്, ആരെയും ഹനിക്കാനോ വിവാദങ്ങൾ ഉണ്ടാക്കാനോ. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. നിങ്ങൾക്ക് മോശം വരണമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കി തന്ന വീടല്ലാതെ ഞങ്ങൾ ഉണ്ടാക്കിയ പോലെ തന്നെ നിങ്ങൾക്ക് നന്മകൾ മാത്രമേ വന്നിട്ടുള്ള വീട് ഉണ്ടാക്കിയതിന് ശേഷം അപ്പോൾ ഇനിയെങ്കിലും ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് ഞങ്ങളെ വെറുതെ വിടുക, ഞങ്ങൾ ജീവിച്ചോട്ടെ. എല്ലാവർക്കും വെൽക്കം ബാക്ക്. ശാരിക KB രേണുസുധിയുടെ ഒരു ഇൻ്റർവ്യൂ പുള്ളിക്കാരിയുടെ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമെടുത്ത് ഞാൻ ഓൾറെഡി റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞൊരു വീഡിയോയ്ക്ക് മുമ്പേ ഇട്ടൊരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, വീട്ടിനെ പറ്റി സുധീ നിലയത്തെ പറ്റിയിട്ട് വീണ്ടും ശാരിക എടുത്ത് ആ ഒരു വിഷയം വീണ്ടും കുത്തിപ്പൊക്കി എടുത്തുകൊണ്ട് വരുന്നു. അതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നു, പൊട്ടിത്തെറിക്കുന്നു, ഭയങ്കര രീതിയിൽ സംസാരിക്കുന്നു. ഈ എന്തിനാണ് വീട് വെച്ച് കൊടുത്തത്, ഇങ്ങനെ ഇത്രയും പന്ന വീടാണോ വെച്ച് കൊടുത്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഇടയ്ക്ക് അത് കയറി വരുന്നുണ്ട്, വീട്ടിൻ്റെ വിഷയമൊക്കെ കയറി വരുന്നുണ്ട്. ഞാനത് കണ്ടപ്പോഴത്തേക്ക് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വീണ്ടും ഒരു ചർച്ചയാക്കാൻ വേണ്ടിയിട്ടില്ല. കുഴിച്ച് മണ്ണ് മൂടി പോയൊരു സാധനം, കുഴിയിട്ട് മണ്ണ് മൂടി വെള്ളം ഒഴിച്ചൊരു സാധനം വീണ്ടും കുത്തി പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ട് വീണ്ടും ഒരു ചർച്ചയാക്കാനുള്ളൊരു പരിപാടി, വീണ്ടും ഇതൊരു കോൺട്രവേഴ്സി ആക്കി റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് HDC ഫിറോസിൻ്റെ പുള്ളിയുടെ ഒരു വീഡിയോ കാണാനിടയുണ്ടായി. ഫിറോസിനെ എല്ലാവർക്കും അറിയാതിരിക്കാം. രേണുസുധിക്ക് കൊല്ലം സുധിക്ക് വീട് വെച്ച് നൽകിയിട്ടുള്ള വ്യക്തിയാണ് HDC ഫിറോസ്. HDC എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ടീമിൻ്റെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് കൊല്ലം സുധിയുടെ മക്കൾക്കാണ് വീട് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ പറഞ്ഞിട്ടുള്ള 2 മക്കൾക്കും ഈ HDC ടീം ഫിറോസിൻ്റെ നേതൃത്വത്തിൽ വീട് വെച്ച് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നടന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. വീട് ചോരുന്ന്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഭവ വികാസങ്ങൾ നമ്മൾ കണ്ടതാണ്. നമ്മളൊക്കെ എടുത്തിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, വലിച്ചീറി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. രേണുസുധിയെ ഞാൻ ഉൾപ്പെടെ വലിച്ചീറി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ബിഗ് ബോസിലൊക്കെ പോയി. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇച്ചിരി റീച്ച് കുറവാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഒരു വിഷയം വീണ്ടും എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാനെ കൊണ്ടെടുത്തിട്ടതാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയത്. അല്ലെങ്കിൽ ഈ വിഷയമൊക്കെ ഓൾറെഡി സംസാരിച്ച് ക്ലിയർ ആയൊരു വിഷയമാണ്. അപ്പം ഈ ഫിറോസിൻ്റെ HDC ഫിറോസിൻ്റെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അത് അങ്ങനെ ഒരു സാധനം കൺഫേമായി. കാരണം വീണ്ടും ഈ ഒരു സാധനം കുത്തിപ്പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ട് സമൂഹ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും ഇതൊരു ചർച്ചയാകാനുള്ളൊരു പരിപാടിയായിട്ടാണെന്ന് എനിക്ക് തോന്നിയത്. എന്നാലും HDC ഫിറോസ് ഇതിനെ പറ്റിയിട്ട് ഒന്ന് സംസാരിക്കുന്നുണ്ട്, പ്രതികരിക്കുന്നുണ്ട് പുള്ളി. അതും കൂടെ ഒന്ന് കേട്ടുപോകാം. അത് കേട്ടിട്ട് നമുക്ക് ബാക്കി ഞാൻ ഇവരെ ഇൻ്റർവ്യൂ, ശാരിക KBയുടെ ഇൻ്റർവ്യൂ, രേണുസുധി ഇൻ്റർവ്യൂ എടുക്കുന്ന ഈ ഒരു വീടിൻ്റെ കാര്യം സംസാരിക്കുന്നത് ഒന്നുകൂടെ ഞാൻ വയ്ക്കാം. ഓൾറെഡി ഞാൻ കഴിഞ്ഞിട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ആ ഒരു ഭാഗം കാണിച്ചിട്ടുണ്ട്. ഒന്നും കൂടെ അത് നമുക്ക് കാണാം. ആദ്യം HDC ഫിറോസ് പറയുന്നത് നോക്കാം. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കൊല്ലം സുധിയുടെ വീടിനെ കുറിച്ചുള്ള ചർച്ചകളും വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമായി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിതൊന്നും വിട്ട കാര്യമാണ്. ഞങ്ങൾ പേഴ്സണലി ഞാൻ എൻ്റെ ലൈഫിലെടുത്ത ഏറ്റവും വലിയൊരു മണ്ടൻ തീരുമാനമായിരുന്നു ആ കുടുംബത്തിനൊരു വീട് നിർമ്മിച്ച് നൽകുക എന്നുള്ളത്. അത് ഞാനിപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നു. മുൻപ് ഞാൻ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒന്നുകൂടെ എപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പഴയ വിവാദങ്ങൾക്ക് ശേഷം രേണുവിൻ്റെ കാര്യത്തിലും അതേപോലെ ഞങ്ങളുടെ കാര്യത്തിലും എന്ത് സംഭവിച്ചു എന്നുള്ളത് പലർക്കും, ഞങ്ങളുടെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് പലർക്കും അറിയില്ല. രേണുവിൻ്റെ കാര്യത്തിൽ ഓഫ്കോഴ്സ് രേണു ഒരുപാട് സീരിയലുകൾ, അതേപോലെ ബിഗ് ബോസ്, ഒരുപാട് ഷോസ് അല്ലെങ്കിൽ ഉദ്ഘാടനങ്ങളൊക്കെ ആയിട്ട് രേണു വളരെയധികം ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട്. ലൈഫിലും അവർ ഒരുപാട് പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് വീടുണ്ടാക്കി കൊടുത്തതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയ വഴിയും മറ്റുള്ള ആൾക്കാർ വഴിയും ഒരുപാട് ചീത്തപ്പേരുകളും ഒരുപാട് ഹരാസ്മെൻറ്റും ഒരുപാട് തെറികളൊക്കെ കേട്ട കുറച്ച് ആൾക്കാരും അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയ ഒരു പേഴ്സൺ എന്ന രീതിയിൽ ഞാനും ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എന്ത് പറ്റി, എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും ഞങ്ങൾക്ക് എന്ത് പറ്റി എന്നുള്ളത്. പേഴ്സണലി ഞാൻ കുറച്ച് അറിയപ്പെടുന്ന ഒരു പേഴ്സണായി, ഒരു 10 ആളെങ്കിലും അറിയപ്പെടുന്ന ഒരു പേഴ്സണായി. അത് ലൈക്ക് അന്ന് കുറച്ച് സോഷ്യൽ മീഡിയ ഇൻ്റർവ്യൂസും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ട് മാത്രം. പക്ഷെ അതിനപ്പുറം എന്ത് സംഭവിച്ചു? സംഭവം ഈ ഒരു വിഷയത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ഫിറോസും HDC ടീമിനൊക്കെ എനിക്ക് തോന്നുന്നു ഒരു വലിയൊരു അടി തന്നെ ഉണ്ടായിട്ടുണ്ട്. അവരുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന രീതിയിലാണ് ഈ ഒരു വിഷയം പിന്നെ പോയിട്ടുള്ളത്. കാരണം രേണുസുധിക്ക് ഇപ്പം
എനിക്ക് തോന്നുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് രേണുസുതിക്ക് പുള്ളിക്കാരിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. കാരണം പുള്ളിക്കാരിക്ക് ഇത് വെറുതെ കിട്ടിയ വസ്തുവാണ്, വെറുതെ കിട്ടിയ വീടാണ് അല്ലേ. അപ്പോൾ പുള്ളിക്കാരിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഈ ഒരു വിഷയത്തിൽ ഞാൻ KHDC ഫിറോസിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് ആരുടെ ഇത്രയും വസ്തുക്കൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്? ഈ വസ്തു ഫ്രീ ആയിട്ട് കൊടുത്തതിൻ്റെ പേരിൽ ആ ഒരു ബിഷപ്പിൻ്റെ കാര്യമൊക്കെ നമ്മളതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തതാണ്, അതിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചാണ്. ഒരുമാതിരിപ്പെട്ട ആൾക്കാരെല്ലാം അതിനെപ്പറ്റി സംസാരിക്കുകയാണ് അല്ലേ. അപ്പം ഇന്നത്തെ കാലത്ത് ഇത്രയും വിലപിടിപ്പുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ഇത്രയും പൈസ മുടക്കി ഇങ്ങനെ ഒരു വീടൊക്കെ വെച്ച് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആരും ചെയ്യത്തില്ല. അത് വേറെ ആരും. നമ്മൾ ഈ സംസാരിക്കാൻ, ഇതിനെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാനോ കുറേ ആൾക്കാർ കാണും. പക്ഷേ ഇന്നത്തെ കാലത്തൊന്നും അങ്ങനെയൊന്നും ആരും ചെയ്യത്തില്ല. അപ്പം അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിക്കഴിഞ്ഞിട്ട് ഈ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ചെറിയ പണികളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാന്യമായിട്ടുള്ള രീതിയിൽ അവർക്കത് ഡീൽ ചെയ്യായിരുന്നു. അത് അങ്ങനെ ചെയ്യാതെ ഈ പറഞ്ഞിട്ടുള്ള പബ്ലിക്കിൻ്റെ മുമ്പിൽ കൊണ്ടിട്ട് അവരെ ആ ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ അവരെ ഒരു ടീമിൻ്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് അവരെ ബിസിനസ്സിനെ അത് ഒരുപാട് എഫക്റ്റ് ചെയ്യും. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. എന്തായാലും അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഇന്നത്തെ കാലത്തൊന്നും ഇങ്ങനെയൊന്നും ഇത്രയും സഹായങ്ങളൊന്നും ഒരു മനുഷ്യനും ചെയ്തില്ല. ഈ സ്വന്തം സഹോദരങ്ങൾ പോലും ചെയ്യാത്ത ഒരു കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം. അപ്പോൾ ഇത്രയും ഹെൽപ്പ് ചെയ്ത സമയത്ത് ഒന്നുമില്ലെങ്കിലും ഒരു അത്യാവശ്യം കയറി കടക്കാൻ വേണ്ടിയിട്ടൊരു വീടെങ്കിലും അവർക്ക് നല്ല രീതിയിലുള്ള വീടെങ്കിലും കൊടുത്തു. അതിന് എന്തെങ്കിലും ഒരു പോരായ്മകളുണ്ടെങ്കിൽ അത് സംസാരിച്ച് അത് ക്ലിയർ ചെയ്യണമായിരുന്നു. പിന്നെ മതിലിൻ്റെ കാര്യം നമ്മൾ കണ്ടതാണ്. മതിൽ ഏകദേശം 1.5 ലക്ഷം രൂപ മുടക്കിയിട്ട് മറുനാടനാണ് കെട്ടിക്കൊടുത്തത്. മറുനാടൻ സാജനാണ് കെട്ടിക്കൊടുത്തത്. അതുമായിട്ടുള്ളൊരു വിഷയം നമ്മൾ കണ്ടതാണ്. മറുനാടൻ സാജന് എതിരെ ഇവർ വീഡിയോ ഇടുന്നു. അത് കഴിഞ്ഞിട്ട് മറുനാടൻ സാജൻ അതിന് സ്ട്രൈക്ക് കൊടുക്കുന്നു, വീഡിയോ റിമൂവ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ബാക്കിയും കൂടെ ഒന്ന് കേട്ടു നോക്കാം. ഫിറോസ് പറയുന്ന ഒരു നല്ല ലെന്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ ഫുള്ള് വയ്ക്കുന്നില്ല, കുറച്ച് ഭാഗം ഞാൻ വയ്ക്കുന്നുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിൽ വർക്കൊക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ കിട്ടിയിരുന്നു. ഇപ്പോൾ വർക്കൊക്കെ വളരെ കുറവാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുവിനെയും കുടുംബത്തിനെയും സഹായിച്ചു എന്നതിൻ്റെ പേരിൽ ഒരിക്കലും നിങ്ങൾ ഒരുപാട് ആൾക്കാരെ പട്ടിണിക്കിടാൻ പാടില്ല. അതിനകത്ത് ഒരുപാട് ആൾക്കാരെ പട്ടിണിക്കിടുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് കിട്ടുന്ന വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളെ കൂടെ നിൽക്കുന്ന ഒരുപാട് തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളുമുണ്ട്. അവർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെയാണ് നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്കും നമുക്ക് ജോലി കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. നമ്മൾ വാസ്തവം നോക്കുന്ന ഒരാളുണ്ടായിരുന്നു, ഹരിനാരായണ അങ്ങനത്തെ പറഞ്ഞിട്ട്. പുള്ളി പോലും അദ്ദേഹത്തിന് ആ പ്ലാന് മറ്റുള്ള കണ്ടിട്ട് നല്ല അടിപൊളി പ്ലാനാണ്, വാസ്തുപരമായിട്ട് നല്ല ഐശ്വര്യമുള്ള വീടാണെന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. നിങ്ങൾക്ക് മോശം വരണമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കി തന്ന വീടല്ലാതെ ഞങ്ങൾ ഉണ്ടാക്കിയ പോലെ തന്നെ നിങ്ങൾക്ക് നന്മകൾ മാത്രമേ വന്നിട്ടുള്ള ആ വീടുണ്ടാക്കിയതിന് ശേഷം അപ്പോൾ ഇനിയെങ്കിലും ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് ഞങ്ങളെ വെറുതെ വിടുക, ഞങ്ങൾ ജീവിച്ചോട്ടെ. ഓക്കെ ഫിറോസ് പറഞ്ഞത് ശരി തന്നെയാണ്. ഇപ്പം ഈ ഒരു വിഷയത്തിന് ശേഷം, ഈ ഒരു പ്രശ്നത്തിന് ശേഷം രേണുസുതിക്ക് നഷ്ടപ്പെടാനായിട്ടൊന്നുമില്ല. പുള്ളിക്കാരിക്ക് എനിക്കൊന്ന് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരിയുടെ കയ്യിലേക്ക് വന്നിട്ടേ ഉള്ളൂ. ഈ പറഞ്ഞുള്ള ഓപ്പർച്യൂണിറ്റീസ് ആയാലും കാര്യങ്ങളായാലും അല്ലേ. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസിൽ പോകാനൊരു അവസരം കിട്ടുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഇനാഗ്രേഷൻ, ഇത് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. നേരെ മറിച്ച് ഇപ്പുറത്ത് നിൽക്കുകയാണെങ്കിൽ ഫിറോസിൻ്റെയും അവരുടെ ടീമിൻ്റെയും ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്നൊരു ടീമാണ്, അല്ലെ ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്നൊരു സ്ഥാപനമാണ് ഇവരെ ഈ KHDC എന്നുള്ള പറഞ്ഞിട്ടുള്ളൊരു ഗ്രൂപ്പ്. അപ്പം ഒരുപാട് ആൾക്കാർക്ക് ഈ പറഞ്ഞിട്ടുള്ള ജോലി നഷ്ടപ്പെടുന്ന രീതിയിലൊക്കെയാണ് പോയിട്ടുള്ളത് എന്നാണ് പുള്ളി പറയുന്നത്. അവർക്ക് മുമ്പേ കിട്ടിക്കൊണ്ടിരുന്ന അത്രയും ബിസിനസ്സൊന്നും ഇപ്പം കിട്ടുന്നില്ല. ഈ ഒരു പ്രശ്നത്തിന് ശേഷം അവരുടെ ക്രെഡിബിലിറ്റി അത്രയ്ക്കും ബാധിച്ചുകൊണ്ട് അവർക്കിപ്പം ബിസിനസ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. അങ്ങനെ പുള്ളിയുടെ വിഷമങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും ഈ ഒരു വിഷയം ചർച്ചയാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ മുമ്പിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് വീണ്ടും അവരെ ബാധിക്കും, അവരെ ആശ്രയിച്ച് കഴിയുന്ന അവരെ കുടുംബങ്ങളെ അത് ബാധിക്കും. കാരണം പട്ടിണിയിലോട്ട് പോകും. കാരണം വീണ്ടും ഈ ഒരു വിഷയം അനാവശ്യമായിട്ട് സ്വന്തം റീച്ചിനും സ്വന്തം ഇതിനും വേണ്ടിയിട്ട് ഈ ഒരു വിഷയം വീണ്ടും എടുത്തിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് അത് അവരെ വീണ്ടും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. അത് ഇവർ മനസ്സിലാക്കുന്നില്ല. എന്തായാലും ആ ഒരു ഇൻ്റർവ്യൂ ഒന്ന് കണ്ടു നോക്കാം. ഷാരിക KB ഈ വീടിനെ പറ്റിയിട്ട് പറയുന്നൊരു സംഭവമുണ്ട്, അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഇതൊരു 10 വർഷമായ വീടാണെന്ന് പറഞ്ഞാൽ അന്തസ്സും
5 വർഷമായെന്ന് പറഞ്ഞ വീടാണെങ്കിലും അന്തസ്. ഈ വീടിന്റെ കാര്യം വന്ന് കയറിയ മൊമെന്റ് തന്നെ എനിക്കിത് എന്റെ വീഡിയോയിൽ പറയണമെന്ന് ഞാനിപ്പോ ഇവിടെ ആരോടും ഇവൻ രേണുവിനോട് പോലും പറഞ്ഞിട്ടില്ല. ഇത് പറയണമെന്ന് രേണു ഞങ്ങളെ ചിറ്റാറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇരുന്നതാണ്. ആരെയും ഹനിക്കാനോ വിവാദങ്ങൾ ഉണ്ടാക്കാനോ ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷേ ഈ വീടിന്റെ കേസ് പുറത്തൊരാള് ഇവിടെ ക്യാമറയോ ഇന്റർവ്യൂവോ ഒന്നും വേണ്ട. ഒരപ്പുറത്തെ അയൽ വീട്ടിൽ സാധാരണക്കാരനായിട്ടോ നമ്മൾ ഈ വീടിന്റെ പുറത്തട്ടയിൽ നിന്ന് നോക്കിയാൽ പൊളിഞ്ഞ് അവിടെ ഇവിടെ പൊളിഞ്ഞു കിടക്കുന്ന വീട്. ഓക്കെ, ഇതൊരു 10 വർഷമായ വീടാണെന്ന് പറഞ്ഞ അന്തസ് വേണ്ട. മിനിമം ഒരു 5 വർഷമായെന്ന് പറഞ്ഞ വീടാണെങ്കിലും അന്തസ്. ഒന്നര വർഷമായ ഒരു വീട് കിടക്കുന്ന കിടപ്പ് കണ്ടാൽ കുറവാണ് പറയുന്നത്. അകം പോട്ടെ, അകം പിന്നെ അവരുടെ വൃത്തി, അത് അകത്തിന് കുഴപ്പമില്ല, നീറ്റായിട്ടൊക്കെ തന്നെ വീട് നോക്കുന്നത്. പക്ഷെ പുറത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെയാണോ വീടുണ്ടാക്കി കൊടുക്കുന്നത്? നമ്മളൊരാൾക്ക് ശരിയാണ്, അവര് അതുല്യ കലാകാരനായ സുധിച്ചേട്ടന്റെ വൈഫാണ്. പിന്നെ അവര് അന്തസ്സായിട്ട് കയറി വരുമ്പോ ഞാൻ ശ്രദ്ധിച്ച് ഈ വീടിന്റെ മേളിലേക്കാണ് നോക്കിയത്. നാച്ചുറലി ഞാൻ അതൊന്നും പറയാൻ വന്ന ഒരാളല്ല, കാരണം ഞാൻ ഹോട്ട്സീറ്റ് ചെയ്യാനല്ല ഇവിടെ വന്നത്. ഞാൻ എന്റെ രേണുവിനെ കാണാൻ വന്നതാണ്. അപ്പോ ഞാൻ കണ്ടോ, അനാവശ്യമായിട്ട് ഈ ഒരു വിഷയം എടുത്തിട്ട് അതിനകത്ത് ചർച്ച ചെയ്യുകയാണ്. വീണ്ടും ഇത് കോൺട്രവേഴ്സി സൃഷ്ടിക്കാനും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ഇതൊരു ചർച്ചയാക്കാനും ആ പാവപ്പെട്ടവരെ വയറ്റത്തടിക്കാനുള്ള പരിപാടിക്കാണ് ഇപ്പോൾ ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയം ക്ലോസ് ചെയ്തതാണ്. രേണുസുധിയും ഈ വിഷയം പല സ്ഥലങ്ങളിലും ഈ ഒരു വിഷയം കഴിഞ്ഞ് ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ളത് ഞാനും കേട്ടിട്ടുള്ളതാണ്. എന്നിട്ട് വീണ്ടും ഇത് ലൈവൊന്നും അല്ലല്ലോ ഈ ഇൻ്റർവ്യൂ. ഇതിനകത്ത് ചോദിക്കുമ്പോഴത്തേക്ക് അതിന് മറുപടി കൊടുക്കാനൊക്കെ ഉണ്ട്. ഇത് അവർ റെക്കോർഡ് ചെയ്തതാണ്, എഡിറ്റ് ചെയ്യുന്ന സംഭവമാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് രേണുസുധിക്കുവാണെങ്കിൽ പറയാം, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കല്, ഇത് കഴിഞ്ഞ വിഷയമാണ്, വീണ്ടും ഇതെടുത്തിട്ട് പോസ്റ്റ്മോർട്ടം നടത്തല്ലേ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അവരത് കേട്ടുകൊണ്ടിരിക്കുന്നു, അതിന് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നു, അത് മിണ്ടാതിരിക്കുന്നു അല്ലേ. അതൊരു മര്യാദയായിട്ട് എനിക്ക് തോന്നിയില്ല. ഇപ്പം ഇത്രയും തെണ്ണം കാണിക്കുന്ന ഇവർ എന്തുകൊണ്ട് എന്നാൽ പിന്നെ ഇവർ ഈ ഷാരിയയ്ക്ക് ഒരു വീട് വെച്ച് കൊടുക്കട്ടെ. ഷാരിയ ഒരു വീട് വെച്ച് കൊടുക്കട്ടെ, ഒരു ബാത്റൂം കെട്ടി കൊടുക്കട്ടെ, ഒരു ബാത്റൂം കെട്ടി കൊടുക്കട്ടെ രേണുസുധിക്ക്. എന്താ ചെയ്യാൻ പറ്റത്തില്ലേ? ഇവർ ഈ വീട്ടിൻ്റെ കാര്യം സംസാരിക്കുന്നത്. അപ്പം അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യാതെ അത്രയും ഒരു വീട് അവിടെ എന്തായാലും പൊങ്ങി വരത്തില്ലല്ലോ. അത് വേറെ ആരെയും അവരിപ്പം മുടക്കിയിട്ടുള്ളത് എത്രയാണെങ്കിലോ അവരൊരു നല്ലൊരു വീട് വെച്ച് കൊടുത്തു, മറുനാടൻ കെട്ടിക്കൊടുത്തു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആൾക്കാരെ അധ്വാനത്തിൻ്റെ ഫലമാണ്. അപ്പോൾ ഇത് വീണ്ടും ഒരു ചർച്ചയാക്കാൻ വേണ്ടിയിട്ട് മാത്രം സോഷ്യൽ മീഡിയയിൽ മുമ്പിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും ഇതൊരു വിഷയം എടുത്തിട്ടിട്ട് അത് ഭയങ്കര രീതിയിൽ ആളിക്കത്തിപ്പിക്കുന്ന രീതിയിൽ ഇതൊരു പ്രീ പ്ലാൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇവരെ ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂ രേണുസുധി വെച്ചിട്ട് എടുക്കുന്നൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അത് നമ്പർ ഉടായിപ്പാന്ന് ബിഗ് ബോസ് എത്തിക്കഴിഞ്ഞിട്ട് ഇവർ രണ്ടും സമ്മതിച്ചിട്ടുള്ളതാണ്, ഇവർ രണ്ടും പറഞ്ഞിട്ടുള്ളതാണ്, പ്രീ പ്ലാൻ ചെയ്തെടുത്തൊരു ഇൻ്റർവ്യൂ ആണ്. അതുപോലെ ഇതും പ്രീ പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു ഇൻ്റർവ്യൂ നടത്തിയതാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇതൊന്നും നടത്തത്തില്ല. ഇതൊക്കെ വീണ്ടും ചർച്ചയാവാനും കുത്തിപ്പൊങ്ങാനും സംസാരിക്കാനും ഈ പറഞ്ഞിട്ടുള്ള റീച്ച്, അത് വെച്ചിട്ട് റീച്ചിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വിഷയം ഇവർ എടുത്തിടുന്നത്. പക്ഷേ ഇവർ ഇങ്ങനൊരു വിഷയം എടുത്തിടുമ്പോഴത്തേക്ക് ഇവർ മറന്നു പോകുന്നൊരു കേസുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ പാത്രത്തിനകത്ത്, അവരെ ചോറിനകത്ത് മണ്ണും വാരിയിടുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇവർ പോകുന്നതെന്ന് കൂടെ ഒന്ന് ചിന്തിക്കുക. ഇപ്പം ഇതിന് റിപ്ലൈ കൊടുത്തതായിട്ടാണ് എനിക്ക് ആ ഫിറോസിൻ്റെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് തോന്നിയത്. കാരണം അവരൊരു ബിസിനസ്സിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഈ പറഞ്ഞിട്ടുള്ള കുടുംബം പട്ടിണിയാക്കുന്ന രീതിയിലേക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത്. ഇപ്പോഴും പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പത്തെ കാലം ഇപ്പം ഡൗൺ ആയിട്ട് അവരെ വർക്കും കാര്യങ്ങളൊക്കെ ഡൗൺ, ദയവ് ചെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കാൻ വരല്ലെന്നാണ് ആ പുള്ളി റിക്വസ്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് അന്ന് ക്ലോസ് ചെയ്തൊരു ചാപ്റ്ററാണ്. വീണ്ടും ഇത് കുത്തിപ്പൊക്കി കൊണ്ടുവരുമ്പോഴത്തേക്ക് എന്താ വെച്ചാൽ സ്വയം നിലനിൽപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വയം ലാഭത്തിന് വേണ്ടിയിട്ട് വീണ്ടും ആ ഒരു വിഷയം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് മറ്റുള്ളവരെ വീട്ടിൽ എന്ത് നടക്കുന്നു, മറ്റുള്ളവരെ കുടുംബം തകരുന്നുണ്ടോ, മറ്റുള്ളവരെ ബിസിനസ് തകരുന്നുണ്ടോ എന്നൊന്നും ചിന്തിക്കാതെ ഇതുപോലെ വന്നിരുന്ന ന്യായം വിടുന്നുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ല കേട്ടോ. ഞാൻ ഈ ഒരു ബിഗ് ബോസിൽ പോയതിന് ശേഷം രേണുസുധിയൊക്കെ സപ്പോർട്ട് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം വന്നു കഴിഞ്ഞാൽ ഞാൻ സപ്പോർട്ട് ചെയ്യും. പ്രതികരിക്കേണ്ട എനിക്ക് ഈ പറഞ്ഞിട്ടുള്ള അവർ കാണിച്ചെന്തെങ്കിലും ഇതുപോലെ കാണിച്ചു കൂട്ടുന്നതിന് അതിന് പ്രതികരിക്കുന്നുമുണ്ട്. ഇപ്പം എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ഹൈപ്പും കൂടെ ചെയ്യണേ. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.